എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ബൈലിലാണുള്ളത്, നമ്മളെ കൃഷിസ്ഥലമായ ബൈലിലാണുള്ളത്. നമ്മൾ അരുകു വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ വെട്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ചാടുന്നതാണ് വെള്ളത്തോടെ. ഇതാ കണ്ടുങ്ങൾ നല്ലോണം. എന്നിട്ട് നമ്മുടെ കാലും ഉണ്ട്. ഇതാ ഇങ്ങനെ 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 ആക്കിയിട്ട് അവിടെ പിടിപ്പിക്കുക. ഇങ്ങനെ ചാടിയപ്പോൾ പടന്ന കൊണ്ട് അരുവും കൊള്ള ഇങ്ങനെ പുറം കിട്ടിയപ്പോൾ കണ്ടങ്ങ് പുറം ഇവിടെ ഇപ്പാടുന്ന അണ്ണാച്ചി പാടുന്നതും കൊണ്ടിട്ട് നമ്മൾ ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചവിട്ടി ഉറപ്പ് നല്ലോണം മണ്ണും കല്ലും എല്ലാം കൂടി ഒലിച്ച് മയത്ത് വീണ് താണ്ട് കണ്ടെങ്കിൽ ഒരുപാട്. ഞാനിപ്പോൾ രാവിലെ അപ്പോൾ ഇന്ന് പെരുന്നാളാണ്. അപ്പം പെരുന്നാൾക്കുള്ള എല്ലാവർക്കും ഒരു സെല്യൂട്ട് എടുത്തിട്ട് എല്ലാവർക്കും ചെറിയ പെരുന്നാളിന് എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പോരുന്നതാണ്. റൗണ്ടാണ് നമ്മൾ പോരുന്നത്. ഇനി വെള്ളത്തിൽ 3 സ്റ്റെപ്പായിട്ടാണ് പോരുന്നത് നല്ലോണം മണ്ണിടാൻ കൊണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് കുറച്ച് താത്തിയിട്ട് നിർത്തേണ്ട ശേഷം ഇങ്ങനെ കൊത്തി ചാടുക. അപ്പോൾ കൃഷി സ്ഥലത്ത് നമ്മൾ ഏത് കൃഷിക്കാർക്കും കൃഷി സ്ഥലത്ത് വരാണ്ടും പണിയെടുക്കാണ്ടാവില്ല. കാരണം നമ്മളൊരു പട്ടാളക്കാർ പോലെയാണ്. അതിർത്തി കാക്കുന്ന പട്ടാളക്കാർക്കും അങ്ങനെ തന്നെയാണ്. അതിർത്തി പോവാണ്ടും മരിച്ചുള്ള കാര്യങ്ങൾ നോക്കണം. അതുപോലെ തന്നെ കൃഷിക്കാരന് എപ്പോൾ നമ്മൾ കൃഷി സ്ഥലത്ത് ഇറങ്ങുകയും പലതും നോക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യണം. കൃഷിക്കാരന് ഒരിക്കലും കൃഷിയിടത്തിൽ കീയാണ്ടും ആവുകയില്ല, ഒരു പരിപാടിക്കാവില്ല. എല്ലാ കൃഷികളും നോക്കി നടത്തുവാനും എല്ലാത്തിനും കൃഷിക്കാർക്കാവും. അപ്പോൾ നിങ്ങൾ കൃഷിക്കാർക്ക് നല്ലൊരു സെല്യൂട്ട് അടിച്ചുകൊണ്ട് എല്ലാവരും നല്ലോണം കൃഷി ചെയ്യുകയും എല്ലാം ആക്കുമെടുക്കും. അരിവും കള്ളിയൊക്കെ കോരുന്ന സമയമാണ് ഇപ്പോൾ. എല്ലാവരും ആണി കോരി നല്ലോണം തെങ്ങിന് 4 ഓറയും കൂടി. ഇതിപ്പോൾ ഞാൻ കോരി ആടെ ഇടുന്നതാണ് കംപ്ലീറ്റ് ഫുൾ മണ്ണ് കണ്ട് നിങ്ങൾ. ഇതിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തെങ്ങ് തുറന്നിട്ട് വെണ്ണീര് ചാണകപ്പൊടി ഇതൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഇതിപ്പോൾ ആദ്യം കൂട്ടെ കോരിയിട്ട് തെങ്ങിന് 15 കൊട്ട തെങ്ങിന് 4 പുറയും കൊണ്ടിട്ടാൽ നമുക്ക് നല്ല തേങ്ങയും പറിക്കുക. അപ്പം അരി കോരിയിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ തെമ്പത്ത് വെക്കരുത്. തെമ്പത്ത് കോരി ഇട്ടതിൻ്റെ ശേഷം ആട് നമ്മൾ കൂട്ടയിലാക്കിയിട്ട് എല്ലാം തെങ്ങിന് ഇട്ട് കൊടുക്കുകയും എല്ലാം ചെയ്താൽ വെണ്ണീര് ഇടുക. പൊട്ടാഷ്യം കൂടുതൽ അടങ്ങിയതാണ് വെണ്ണീരും കുറച്ച് വെണ്ണീരാണ് അധികം ഇടർ. നമ്മൾ അധികം 2 കിലോ അങ്ങനെ വെണ്ണീര് ഒരു തെങ്ങിന് ശരാശരി ഇട്ടാലും ചാണകപ്പൊടി ഇടുക. ഷെല്ലും പൊടിയിലിട്ടാൽ നല്ലോണം തേങ്ങ കായ് ഫലം കിട്ടും. അപ്പോൾ നമ്മൾ പോരുന്നതാണ് ആദ്യം ഇങ്ങനെ കൊത്തി. ഇനി പെരുന്നാളാണ്. അപ്പം പെരുന്നാളാണ് കൊണ്ട് നമ്മളിന്ന് കൃഷിയിൽ ഈ ബൈലിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് അപ്പം നേസറിയിലും എല്ലാം നോക്കേണ്ടി വന്നപ്പോൾ നമ്മൾ കണ്ടു എന്താ ചളി അടിയിലോട്ട് അടിയില്ല. ഇത് കല്ലുണ്ട്. ഇങ്ങനെ ഇനി ഇപ്പം പോരുന്നാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ടങ്ങൾ എന്താ മണ്ണ് ഇങ്ങനെ കോരി നമുക്കൊരു 2 മണി വരെ ഇപ്പം ഇത് ഇങ്ങനെ കോരി വരണം. ഇത് അണ്ണാച്ചി പട്ടിയാണ്. ഇതിൽ നമുക്ക് മണ്ണ് ധാരാളം കിട്ടും. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ കൃഷി നല്ലോണം ചെയ്യുക. ഇങ്ങനത്തെ മണ്ണ് അരിവും കൊല്ലലും ഇപ്പോൾ എല്ലാവരും കോരുക. കണ്ടങ്ങൾ എല്ലാം അടിയിലോട്ട് ഇപ്പം വെള്ളം ഇതിപ്പം തീർത്തങ്ങോളം കോരണ്ടാണ്. ഇത് കോരി ഇടുമ്പോഴൊക്കെ തെങ്ങിന് നല്ലോണം കായ്പ ഫലവും എല്ലാം കിട്ടും. അപ്പോൾ എല്ലാവരും നല്ലോണം കൃഷി ചെയ്ത് എല്ലാവരും സന്തോഷമായിരിക്കുക. നമ്മളിന്ന് ബൈൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. ഓക്കെ.